ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാട്ട് പാടാവേ? അതുകൊണ്ട് പാട്ട് പാടാം. എങ്ങനെ പാട്ട് പാടുന്നേ? പാട്ട് പാടാ. പൂച്ചനെ കാണിച്ച. ഏത് പൂച്ചനെ? ഇത് കൊടുക്കാനുള്ള തുണിയല്ലേ, അതെല്ലാം തുണി ചെല പറ്റും. അമ്പാറ എന്നതാ പറയണ കൊച്ച? പാട്ട് പാടിക്കാം. അന്ന് പാട്ട് പാട. അത് കയ്യില് തരുന്നില്ല, നീ പാട്ട് പാടാ. എന്നതാ പറയുന്നേ? എന്നാ പാട്ട്? എന്നാ നീ ഒരു പാട്ട് പാടിക്കും കേക്കട്ടെ. അതവിടെ ഇരുന്നാട്ടെ, നീ ഒരു പാട്ട് പാട് കേക്കട്ടെ. അടുത്ത പാട്ട് പാടും. കാക്ക കാക്ക പാട്. ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? കാക്കേ കാക്കേ കൂടെ വീടെ പാട്ട് പാടിക്കേ. ഞാൻ പാടുന്നില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. കാക്കേ കാക്കേ കൂടെ ഇവിടെ ഞാൻ എങ്ങനെയാ പാടുന്നേ? ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന്. വടി വേണോ? വടി വേണോ? എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? സുഖമൊക്കെയാണോ? പിന്നെ ഞാന് കൊറേ ദിവസമായില്ലേ വീഡിയോ, കറണ്ട് പെട്ടില്ലല്ലോ, കൊറേ ദിവസമായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പൊ എന്നാ ചുമ്മാ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ഞാന് ഇന്ന് ഇതെല്ലാം തയ്ച്ച്, ചുരിദാറിനായിട്ട് തയ്ക്കാൻ എളുപ്പമാണ്. ചുരിദാറിനായിട്ട് തയ്ക്കാൻ നല്ല എളുപ്പമാണേ. അതിന്റെ കഴുത്ത് അവര് ഇങ്ങനെ വക്രവും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നിട്ടില്ല. അത് ഇങ്ങനെ ഒരു കഴുത്ത് വെച്ചു ഈ തുണി തന്നെ വെട്ടിയെടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു പൈപ്പിങ് പോലെ ഇത് കണ്ടു തയ്ച്ചു കഴിഞ്ഞത് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ തയ്ക്കും, ഇങ്ങനെ തയ്ച്ചെടുക്കും. ഇത് തയ്ച്ചത് നമുക്കിത് ഫുള്ള് പൈസ. ഇത് നമ്മൾ ഇതിങ്ങനെ തയ്ച്ചിട്ട് ഇത് മടക്കി ചാക്കില് അവൻ എന്നെ കൊണ്ട് വീഡിയോ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അതാണ് കൂടുതലും ഞാൻ വീഡിയോ എടുക്കാത്ത. പിന്നെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് നമ്മള് വീഡിയോ അങ്ങ് ഓണാക്കുമ്പോഴത്തേനും അപശബ്ദങ്ങളൊക്കെ വരും. അതായത് ഉപയോഗിക്കാൻ കൊള്ളുവരാത്ത ചില വാക്കുകളൊക്കെ ഇവിടെ ചില കുഞ്ഞു കുട്ടികളുടെയൊക്കെ വായിന്ന് ഇങ്ങോട്ട് ചാടും. അത് കാരണം പിന്നെ എന്തായാലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് വേർഡ് കയറി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ നമ്മള് വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഓവർ കൊടുക്കാന്ന് വെച്ചാൽ
വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചാലും ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് ഇവൻ കിടന്നോണ്ട് ഒച്ചയെടുക്കും. നമ്മളും കിടന്ന് ഒച്ചയെടുക്കും. അതെല്ലാം ഇതിന്റെ ഇടയിൽ കയറി വരും. ഇവൻ അങ്കൻവാടി വിടാറായി, ഇതുവരെ വിട്ടില്ല. അതാണ് ഇവൻ ഇത്രയും വഷള. അമ്മ അവിടെ ഗുളിക എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഗുളിക പാത്രത്തിന്റെ അകത്ത് കയറി ഇരിപ്പുണ്ട്. പൂവൊന്നും നീ കാണിക്കണ്ട. നീ ഇങ്ങോട്ട് വന്നാ നീ എന്റെ കയ്യിൽ നിന്ന് തല്ലു പിടിക്കും. ഇവനെ കൊണ്ട് ഭയങ്കര സുല്ലാണേ. ഞാൻ സുല്ലിട്ട് നിക്കുന്നതാണ്. എന്നതാ എന്നാ സാധനം ഒന്ന് പറ. ഇതിന്റെ പേര് ഗുളികയുടെ മറ്റേ ഹാർട്ടിന്റെ ഗുളിക കഴിക്കുന്ന ആ ഒരു ടിന്റെ പോലെ ഡെപ്പിയുണ്ട്. ഹാർട്ടിന്റെ ഗുളിക ചാടി പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ അകത്ത് ഒരു പൂവിന്റെ പോലത്തെ സാധനമുണ്ട്. ഇതാണ് പൂവ് എന്നാണ് അവൻ പറഞ്ഞത്. എനിക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. ഗുളിക എടുക്കാൻ തുടങ്ങിയപ്പോ അമ്മ ഒഴിവാക്കി വിടാൻ കണ്ട ഒരു സൂത്രമാണ് അതിന്റെ അകത്ത് കിടന്ന ഇത് കൊടുത്തു വിടുക. അവനെ കുറിച്ച് കമന്റ് ചെയ്യണം എന്ന അവനിപ്പോ പറഞ്ഞ കമന്റ് ചെയ്യണോന്ന്. ഇതാണ് ഒരു പൂവ്. പറഞ്ഞേ, ഇതാണ് ഒരു പൂവ്. പറ. കറി വെക്കുകയല്ല, മറ്റേ പൂവാണ് കറി വെക്കുള്ളൂ. വേറെ പൂ കറി വെക്കുകയല്ല. ഇതെന്നത്തിനകത്തുനിന്ന് കിട്ടിയതാന്ന് കൂടെ പറ. കുഴീന്റെ അകത്തുനിന്നോ? മൂത്രക്കുഴിന്ന് കിട്ടിയില്ലേ? ഏത് മൂത്രക്കുഴിന്ന്? ഏത്? ഐസ്ക്രീം പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് അവന് കിട്ടിയത്. എങ്ങനെ കാണിച്ചോണ്ടിരിക്ക? ഇങ്ങോട്ട് മാറി എന്നിട്ട് കാണിക്കേ. എങ്ങനെ 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 ഇവിടെ നിന്നിട്ട് കാണിക്കേ? ഇങ്ങോട്ട് മാറി നിന്ന് കാണിക്കേ. ആരടി പിടിക്കുന്നു? എന്നത് നോക്കണ്ട, എനിക്ക് നോക്കണ്ട. ഇതെന്നതാന്ന് പറഞ്ഞേ? ഇത് എന്നത്തിനുള്ളതാ? ഇത് എന്നത്തിനുള്ളതെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പറഞ്ഞ കേൾക്കാത്ത ഒരു പൂച്ചക്കുട്ടിയുണ്ട്. ആ പൂച്ചക്കുട്ടി എന്നെ ചെയ്യുമെന്ന് ചോദിച്ചാ മെഷീന്റെ ഈ നൂലെടുത്തോണ്ട് കളയും. ഈ മെഷീന്റെ ചക്രത്തിന്റെ ഈ സാധനം ഊരിക്കളയും. ഈ കത്രിയ എടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ വെട്ടും. പിന്നെ ഇവിടെ ഒരു കാന്ത ഇരിപ്പുണ്ട്. ആ കാന്ത ഇരിക്കുന്ന സാധനമൊക്കെ എടുത്തോണ്ട് കളയും. ഒരു പൂച്ച ആ പൂച്ചനെ തല്ലാൻ എടുത്തേക്കുന്ന വടിയാണ്. ഇത് കുഞ്ഞു വടിയാ, വലിയ വടിയൊന്നുമില്ല, ചെറിയ വടിയാണ്.
അതൊരു കുഞ്ഞു പൂച്ചയാണ്. അത് കാരണം ആ പൂച്ചക്കിട്ട് അടിക്കാനുള്ളൊരു കുഞ്ഞു വടിയാണേ. ആരും ഒന്നും വിചാരിച്ചേക്കരുത് കേട്ടോ. ഇവിടെ ഒന്ന് പറ. എന്നിട്ടോ കറക്കും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏത് പൂച്ചയാണ് ചക്രം കറക്കാൻ പോകുന്നത്. ആ കണ്ടപൂച്ച കുഞ്ഞു കണ്ടപൂച്ചയാണ്. കണ്ടപൂച്ചയുടെ പേരെന്താന്ന് ചോദിച്ചാ ആദി. കണ്ടപൂച്ചയുടെ പേര് ആദി. ആ കണ്ടപൂച്ചയുടെ പേരാണ് ആദി. ആദി കണ്ടപൂച്ചയുടെ പേരാണ് ആദി. ഇപ്പൊ വർത്താനം പറയാൻ തുടങ്ങിയപ്പോഴത്തേന് അടുത്ത പ്രശ്നം തുടങ്ങി മഴ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേനും ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാരണങ്ങൾ വരും. അതിനിപ്പോ എന്താ കുറച്ച് വർത്താനം പറയാം, കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അവൻ ശല്യത്തിന് വന്നു. അപ്പൊ എന്റെ വീഡിയോ അവൻ്റെതായി ഒരു കാര്യം മാത്രം കാണിക്കാനായിട്ട് വന്നു. അന്നേരം അവന്റെ വിശേഷങ്ങളായി. ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ ശരി, ഓക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരെണ്ണം അവിടെ പറന്നു പോയിട്ടുണ്ട്. മഴയത്ത് വന്നിട്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ പറന്നു വന്നതാ. മറ്റേ കയറിയതായത് ഒരാൾ പറന്നു വന്നതാ. മഴയൊക്കെ ആയതുകൊണ്ട് ഇനി അടുത്ത ദിവസം വേറെ വീഡിയോ വെച്ച് വരുന്നതേക്കും എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. ടാറ്റാ.